ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവതാര കീർത്തനം കേട്ടാലോ. അമ്പോടു മീനായി വേദങ്ങൾ വീണ്ടിടും അംബുജനാഭനെ കൈത്തൊഴുന്നേൻ. ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമരക്കണ്ണനെ കൈത്തൊഴുന്നേൻ. ഇക്ഷേതിയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരനാഥ കൈത്തൊഴുന്നേൻ. ഈടേഴും മാനുഷ കേസരിയായിടും കോടക്കാർ വർണ്ണനെ കൈത്തൊഴുന്നേൻ. ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈത്തൊഴുന്നേൻ. ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവരാമനെ കൈത്തൊഴുന്നേൻ. എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈത്തൊഴുന്നേൻ. ഏറെ ബലമുള്ള ശ്രീ ബലഭദ്രരെ സർവകാലത്തിലും കൈത്തൊഴുന്നേൻ. ഒക്കെയൊടുക്കുവാൻ മേലിൽ പിറക്കുന്ന ഗഡ്ഗിയെ തന്നെയും കൈത്തൊഴുന്നേൻ. ഓരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്മേ കൈത്തൊഴുന്നേൻ. അവഴി നിൻ കഴൽ കമ്പോടു ചേരുവാൻ ദേവകി നന്ദന കൈത്തൊഴുന്നേൻ. അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈത്തൊഴുന്നേൻ. അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈത്തൊഴുന്നേൻ. നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിതെ കൈത്തൊഴുന്നേൻ. നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിതെ കൈത്തൊഴുന്നേൻ. കാരുണ്യവാരിതെ കൈത്തൊഴുന്നേൻ. ഈ 10 അവതാരങ്ങളെയും പൂജിച്ചാലുള്ള ഫലങ്ങൾ നോക്കിയാലോ. മത്സ്യ അവതാരത്തെ പൂജിച്ചാൽ വിദ്യാലാഭമാണ് ഫലം. കൂർമ്മത്തെ ആരാധിച്ചാൽ എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാം. വരാഹമൂർത്തിയെ ആരാധിച്ചാൽ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ, കുടുംബശാപം എന്നിവ ഇല്ലാതാകാൻ അത്യുത്തമമാണ്. നരസിംഹമൂർത്തിയെ ആരാധിച്ചാൽ ശത്രുദോഷ നിവാരണം, ബുധദോഷ നിവാരണം എന്നിവയ്ക്ക് വളരെ നല്ലതാണ്. വാമനമൂർത്തിയെ പൂജിക്കുന്നത് സന്താനലാഭം, ഭൂമിലാഭം, വിദ്യാലാഭം എന്നിവയാണ് ഫലം. പരശുരാമനെ പൂജിച്ചാൽ പിതൃദോഷ ശാന്തിയാണ് ഫലം. ശ്രീരാമനെ പൂജിച്ചാൽ പരസ്പര വശ്യത, സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കുക, പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം എന്നിവയാണ് ഫലം. ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും പൂജിച്ചാലുള്ള ഫലങ്ങൾ ഒന്നു തന്നെയാണ്. ബലരാമസ്വാമിയെ പൂജിച്ചാൽ കാർഷിക വൃത്തികളിൽ അഭിവൃദ്ധി ഉണ്ടാകും. കൽക്കിയെ പൂജിച്ചാൽ ശത്രുനാശമാണ് ഫലം. ഈ അവതാര കീർത്തനം നിത്യവും ജപിച്ചാൽ എത്ര വലിയ ദുഃഖം ഇല്ലാതാക്കാനും മനസ്സിൽ ആനന്ദം നിറയ്ക്കാനായിട്ടും സാധിക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.